നമസ്കാരം. മെഡ്സ് ഓഫ് മീഡിയയുടെ എ കംപ്ലീറ്റ് മലയാളം ഗൈഡ് ഫോർ പ്രഗ്നൻസി എന്ന ഈ വീഡിയോ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അനുഭവമാണ് ഒരു കുഞ്ഞുണ്ടാവുക എന്നത്. എന്നാൽ ഗർഭകാലത്തുണ്ടാകുന്ന പടിപടിയായ മാറ്റങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ, അഭിമുഖീകരിക്കുമ്പോൾ എല്ലാവർക്കും കുറേയേറെ ചോദ്യങ്ങളും കൺഫ്യൂഷൻസുകളും ഉത്കണ്ഠകളുമൊക്കെ ഉണ്ടായേക്കാം. ചുറ്റുപാടും നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഉപദേശങ്ങൾ ലഭിക്കുമ്പോൾ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്നു. പഴമക്കാർ പറയുന്ന കാര്യങ്ങളും അത്യാധുനിക മെഡിക്കൽ സയൻസ് പറയുന്ന കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് നടത്തിയ പഠനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഏതാണ്ട് 75% കാര്യങ്ങളും പഴമക്കാർ പറയുന്നത് ശരിയാണ് എന്നാണ്. എന്നാൽ ചില കാര്യങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടതുമാണ്. ഒരു മനുഷ്യജീവന് ജന്മം കൊടുക്കുക എന്നത് ഒരിക്കലും ഒരു നിസ്സാരമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഗർഭധാരണത്തെപ്പറ്റിയും പ്രസവത്തെപ്പറ്റിയും തുടങ്ങി അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെപ്പറ്റിയും ഉള്ള കൃത്യമായ അറിവ് അനിവാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മെഡിക്കൽ സയൻസ് വിഷയങ്ങളും പഠിക്കുക എന്നത് നമ്മളെക്കൊണ്ട് അസാധ്യവുമാണ്. പുറമേ കേൾക്കുന്ന ഉപദേശങ്ങൾ കൂടാതെ ചില പ്രധാന തെറ്റിദ്ധാരണകൾ മാറ്റാനും നിർബന്ധമായും നമ്മൾ പാലിക്കേണ്ട ചില കടമകളുടെ പ്രാധാന്യം മനസ്സിലാക്കാനും മെഡിക്കൽ സയൻസ് കുറച്ചെങ്കിലും മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. കുറെ കാലത്തെ പഠനങ്ങൾക്ക് ശേഷം കമ്പ്യൂട്ടർ ആനിമേഷനുകളുടെയും ചിത്രീകരണങ്ങളുടെയും സഹായത്തോടെ തികഞ്ഞ ആത്മാർത്ഥതയോടെ മെഡ്സ് ഓഫ് മീഡിയ തയ്യാറാക്കിയ ഈ വീഡിയോ പ്രോഗ്രാം നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങളെപ്പറ്റിയും സജ്ജീകരണങ്ങളെപ്പറ്റിയും കൂടുതൽ അടുത്ത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഈശ്വരനെ കൂടുതൽ ഭയക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. ഈശ്വരൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ബൃഹത്തായ സൃഷ്ടിയായി നമ്മൾ തന്നെ അവകാശപ്പെടുന്ന മനുഷ്യൻ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നറിയുവാൻ എല്ലാവർക്കും വളരെയേറെ താല്പര്യമുണ്ടാകുമല്ലോ. അമ്മയാകാൻ തയ്യാറെടുക്കുന്ന ഏതൊരു സ്ത്രീയും അറിഞ്ഞിരിക്കേണ്ട വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു കാര്യമാണ് തൻ്റെ ഗർഭപാത്രത്തിൽ കുഞ്ഞിൻ്റെ ഘട്ടം ഘട്ടമായ വളർച്ച എങ്ങനെയാണ് നടക്കുക എന്നത്. ഗർഭകാലത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ഛർദി, തലകറക്കം തുടങ്ങിയ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ തൻ്റെ ഉദരത്തിൽ ആരോഗ്യത്തോടു കൂടി വളരുന്ന കുഞ്ഞിനു വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ ഇതൊരു നല്ല പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. ആനിമേഷനുകളുടെയും ചിത്രങ്ങളുടെയും സഹായത്തോടെ ഇതൊക്കെ എങ്ങനെയാണ് ഈ അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. സംഗമത്തിലൂടെ ദശലക്ഷക്കണക്കിന് പുരുഷബീജമാണ് സ്ത്രീ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. പുരുഷബീജങ്ങൾക്ക് അനായാസം സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിൽ മുടിനാരുകൾ പോലെയുള്ള സിലിയകൾ കൊണ്ടാണ് ഫെലോപ്പിൻ ട്യൂബ് സൃഷ്ടിച്ചിരിക്കുന്നത്. അണ്ഡത്തെ ലക്ഷ്യമാക്കിയുള്ള ഈ സഞ്ചാരത്തിൽ കുറേയേറെ പുരുഷബീജങ്ങൾ മുടിനാരുകൾ പോലെയുള്ള ഈ സിലിയകൾക്കിടയിൽ നിർജീവമായി വീഴുന്നു. എന്നാൽ ഭൂരിഭാഗം ബീജങ്ങളും അണ്ഡത്തെ ലക്ഷ്യമാക്കി യാത്ര തുടരുന്നു. സ്ത്രീ ശരീരത്തിലെ ഓവുലേഷൻ അഥവാ അണ്ഡവിസർജനം എന്ന പ്രക്രിയയിലൂടെ അണ്ഡം അഥവാ ഓവം ഓവറിയിൽ നിന്ന് ഫെംബ്രിയയിലേക്ക് നിർഗമിക്കുന്നു. ഫെംബ്രിയയിൽ നിന്നും അണ്ഡം ഫെലോപ്പിൻ ട്യൂബിലേക്ക് ബീജങ്ങളെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്നു. ഈ സഞ്ചാരവും സിലിയകളുടെ സഹായത്തോടെയാണ്. ഒടുവിൽ ഇവ രണ്ടും സംഗമിക്കുന്നു. ഏതാനും കുറച്ചു ബീജങ്ങൾക്ക് മാത്രമായിരിക്കും അണ്ഡത്തിന്റെ അടുത്തെത്താൻ സാധിക്കുന്നത്.
എന്നാൽ ഇവയിൽ ഒന്നിനു മാത്രമേ അണ്ഡത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. അതിന് പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ളതാണ് അതിന്റെ പുറമേയുള്ള ആവരണം. ആദ്യത്തെ ബീജം അണ്ഡത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകതരം രാസപ്രവർത്തനം നടന്ന് പിന്നീടുള്ള ബീജങ്ങളുടെ പ്രവേശനം തടയുന്ന രീതി ഈ കോശസമൂഹങ്ങളുടെ മൂന്നിലൊരു ഭാഗം ജീവന്റെ ആദ്യ രൂപമായ ന്യൂറൽ പ്ലേറ്റായി രൂപാന്തരം പ്രാപിക്കുന്നു. ശേഷമുള്ള ഭാഗമാണ് പ്ലാസന്റയായും അമ്നിയോട്ടിക് ദ്രാവകമായും മറ്റും മാറുന്നത്. ന്യൂറൽ പ്ലേറ്റിൽ നിന്നും ന്യൂറൽ ട്യൂബ് രൂപപ്പെടുന്നു. അഞ്ചാഴ്ചയാകുമ്പോഴേക്കും നിങ്ങളുടെ ഭ്രൂണം ഒരു പയർമണിയുടെ വലുപ്പത്തിലെത്തുന്നു. ചെറിയ തലയും വാലുമുള്ള തവളക്കുഞ്ഞിന്റെ ആകൃതിയായിരിക്കും ഇപ്പോൾ. പയർമണിയോളം വലുപ്പമുള്ള നമ്മുടെ കുഞ്ഞിന്റെ രക്തചംക്രമണ വ്യവസ്ഥ വികസിക്കുന്നതും ഹൃദയമിടിപ്പ് ആരംഭിക്കുന്നതും ഈശ്വരന്റെ അത്ഭുതാവഹമായ പ്രതിഭാസങ്ങളാണ്. ഇത് കൈകാലുകളിലേക്കും ബന്ധിക്കപ്പെടുന്നു. കുഞ്ഞിന്റെ മൃദുവായ കോശങ്ങൾ കട്ടികൂടി ശക്തിയേറിയ എല്ലുകളായി വികസിച്ചുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം കൈകാലുകൾക്ക് സംവേദന ശക്തി രൂപപ്പെട്ടു തുടങ്ങുന്നു. നിങ്ങളുടെ കുഞ്ഞിന്റെ മസ്തിഷ്കത്തിൽ കാഴ്ച, മണം, കേൾവി, സ്പർശം, രുചി എന്നിവ അറിയുവാനുള്ള പ്രത്യേക ഭാഗങ്ങൾ നിർണയിക്കപ്പെടുന്നു. ഈ കാലയളവിൽ കുഞ്ഞു തന്റെ തള്ളവിരൽ നുണഞ്ഞു തുടങ്ങുന്നു. ഈ സമയത്ത് കുഞ്ഞിന് നിങ്ങളുടെ ഹൃദയമിടിപ്പും ശബ്ദവുമൊക്കെ കേൾക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നല്ല നല്ല പാട്ടുകൾ പാടുകയോ കേൾക്കുകയോ ചെറുകഥകൾ പറയുകയോ ഒക്കെ ചെയ്താൽ അത് നിങ്ങളോടൊപ്പം കുഞ്ഞിനും ആസ്വദിക്കാൻ കഴിയും. രണ്ടാമത്തെ ആഴ്ചയിൽ നിങ്ങളുടെ കുഞ്ഞിന് കണ്ണുകൾ തുറക്കാൻ കഴിയും. എന്നാൽ കാഴ്ചശക്തി ഉണ്ടാവില്ല. കൈകാലുകൾ ഏതാണ്ട് പൂർണ്ണ രൂപത്തിൽ എത്തുന്നു. നാവിൽ ചെറിയ രുചിമുകുളങ്ങൾ ഉണ്ടാകുന്നു. ഈ സമയം നിങ്ങളുടെ കുഞ്ഞിന് ഏതാണ്ട് 900 ഗ്രാമോളം ഭാരവും 14 ഇഞ്ചോളം നീളവും ഉണ്ടാകും. മിക്കവാറും ആദ്യത്തെ പ്രസവമാണെങ്കിൽ 9 മുതൽ 13 മണിക്കൂർ വരെയും രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രസവമാണെങ്കിൽ 6 മുതൽ 9 മണിക്കൂർ വരെയും പ്രസവവേദന വന്നും പോയും നിൽക്കും. എന്നാൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസരത്തിൽ പിന്നെയും പ്രസവം നീണ്ടുപോവുകയാണെങ്കിൽ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് ഉചിതമായ മറ്റ് മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. ഇതോടെ ഗർഭവതിയായ ഒരു സ്ത്രീ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ശരീരശാസ്ത്രം നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഗർഭകാലത്തെ മദ്യപാനവും പുകവലിയും എന്ന അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഗർഭധാരണ വേളയിലും ഗർഭധാരണത്തിന് തയ്യാറെടുക്കുമ്പോഴും ചെയ്യേണ്ടതായ പരിശോധനകളും അവയുടെ ആവശ്യകതകളും ഈ അധ്യായത്തിൽ ഞങ്ങൾ വിശദീകരിക്കുന്നു. ഡോക്ടർ അശ്വതി സോമനാണ് മെഡ്സോഫ്റ്റ് മീഡിയയ്ക്ക് വേണ്ടി ഈ അധ്യായം അവതരിപ്പിക്കുന്നത്. ഗർഭകാലത്തെ പരിശോധനകളെക്കുറിച്ച് പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും മുൻപ് ഗർഭധാരണത്തിന് തയ്യാറെടുക്കുമ്പോൾ തന്നെ ഒരു ഡോക്ടറുടെ ഉപദേശം സ്വീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. ഗർഭധാരണത്തിന് തയ്യാറെടുക്കുമ്പോൾ അനേകം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും മറ്റൊരു അധ്യായത്തിൽ ഞങ്ങൾ പ്രതിപാദിച്ചിരുന്നതുപോലെ എല്ലാ ലബോറട്ടറി പരിശോധനകളുടെയും ആവശ്യകതയെപ്പറ്റിയും ഓരോ പരിശോധനയുടെയും നെഗറ്റീവ് പോസിറ്റീവ് ഫലത്തെപ്പറ്റിയും അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരാനിടയുള്ള അസുഖങ്ങളെപ്പറ്റിയും കുറച്ചെങ്കിലും അറിവ് നേടുന്നത് ഒരു നല്ല അമ്മയുടെ ലക്ഷണങ്ങളാണ്. ഗർഭധാരണം വൈകിയാണ് അറിയുന്നതെങ്കിലും ഡോക്ടറുടെ ആദ്യ സന്ദർശനം വൈകിപ്പോയെങ്കിലും ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രാരംഭകാല ടെസ്റ്റുകൾ നിർവഹിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ വിധ പ്രാരംഭ പരിശോധനകളിൽ ഏറെയും ഗർഭം തുടരാൻ താല്പര്യമില്ലാത്തതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളാൽ ഗർഭം തുടരാൻ സാധിക്കാത്തതോ ആയ സ്ത്രീകൾക്കും ബാധകമാണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഗർഭകാല പരിശോധനകളിൽ നിന്നും ഓരോ പരിശോധനകളും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എന്തിനാണ് ചെയ്യുന്നതെന്നുമൊക്കെ നോക്കാം.
ആദ്യ ഗർഭകാല പരിശോധനകൾ, ആവശ്യമെങ്കിൽ മാത്രം ചെയ്യപ്പെടുന്ന പരിശോധനകൾ, അവസാന ഗർഭകാല പരിശോധനകൾ, ജനിതക പരിശോധനകൾ, വിവിധ തരം സ്കാനിംഗ് പരിശോധനകൾ എന്നിങ്ങനെ. ആദ്യ ഗർഭകാല പരിശോധനകൾ. ആദ്യ ഗർഭകാല പരിശോധനകളിൽ ഉൾപ്പെടുന്നവയാണ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, രക്തഗ്രൂപ്പ് പരിശോധനയും RH നിർണയവും, തൈറോയ്ഡ് പരിശോധനകൾ, ഹെപ്പറ്റൈറ്റിസ് ബി രക്തപരിശോധന, HIV പരിശോധന, ഹെപ്പറ്റൈറ്റിസ് സി രക്തപരിശോധന, യൂറിൻ റൊട്ടീൻ, ഇൻഡയറക്റ്റ് കൂംസ് ടെസ്റ്റ്, സിഫിലിസ് രക്തപരിശോധന, ഗർഭകാല പ്രമേഹത്തിനുള്ള പരിശോധന. ആവശ്യമെങ്കിൽ മാത്രം ചെയ്യപ്പെടുന്ന പരിശോധനകൾ. ആവശ്യമെങ്കിൽ മാത്രം ചെയ്യപ്പെടുന്ന പരിശോധനകളിൽ HbA1c എസ്റ്റിമേഷൻ, വൈറ്റമിൻ ഡി, റുബല്ല ആൻറ്റിബോഡി സ്റ്റാറ്റസ്, വെരിസെല്ല ആൻറ്റിബോഡി ടെസ്റ്റ്, കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ്, ക്ലെമീഡിയയ്ക്കും ഗൊണേറിയയ്ക്കും വേണ്ടിയുള്ള പരിശോധനകൾ, സെർവൈക്കൽ സ്മിയർ പരിശോധന എന്നിവ ഉൾപ്പെടുന്നു. അവസാന ഗർഭകാല പരിശോധനകൾ. ഈ അധ്യായത്തിൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, HIV പരിശോധന, ഗർഭകാല പ്രമേഹത്തിനുള്ള പരിശോധന, തൈറോയ്ഡ് പരിശോധനകൾ, DFMC അതായത് ഡെയിലി ഫീറ്റൽ മൂവ്മെൻറ്റ് കൗണ്ട്, നോൺ സ്ട്രെസ് ടെസ്റ്റ്, വൈബ്രോ അക്കൗസ്റ്റിക് സ്റ്റിമുലേഷൻ ടെസ്റ്റ്, ഗ്രൂപ്പ് ബി സ്റ്റെപ്റ്റോകോക്കസിനുള്ള പരിശോധന എന്നിവയെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നു. ജനിതക പരിശോധനകൾ. ജനിതക പരിശോധനകളെല്ലാം സാധാരണയായി 20 ആഴ്ചകൾക്ക് മുൻപായാണ് ചെയ്യുന്നത്. കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ്, മെറ്റേണൽ സീറം ആൽഫ ഫീറ്റോ പ്രോട്ടീൻ ലെവൽ, ഡബിൾ മാർക്കർ ടെസ്റ്റ് ഓർ ഫസ്റ്റ് ട്രൈമെസ്റ്റർ സ്ക്രീൻ, ട്രിപ്പിൾ ടെസ്റ്റ്, ക്വാഡ്രപ്പിൾ ടെസ്റ്റ്, എംനിയോസെൻറ്റസിസ്, പെർക്യൂട്ടേനിയസ് അംബ്ലിക്കൽ ബ്ലഡ് സാമ്പിളിംഗ് എന്നീ ജനിതക പരിശോധനകളെപ്പറ്റി ഈ അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്നു. വിവിധ തരം സ്കാനിംഗ് പരിശോധനകൾ. അൾട്രാസോണോഗ്രഫി, ട്രാൻസ്വജൈനൽ അൾട്രാസൗണ്ട്, ഫീറ്റൽ അനോമലി സ്കാനിംഗ്, ഡോപ്ലർ അൾട്രാസോണോഗ്രഫി, MRI എന്നീ സ്കാനിംഗ് പരിശോധനകളെപ്പറ്റിയാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. ഈ പരിശോധനകളിലൂടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ചുവന്ന രക്താണുക്കൾ, ഹീമോഗ്ലോബിൻ, വെളുത്ത രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ എന്നിവയുടെ അളവിനെ പറ്റിയും ഹെമാറ്റോക്രൈറ്റ് ലെവലിനെ പറ്റിയും അറിവ് ലഭിക്കുന്നു. ഹെമാറ്റോക്രൈറ്റ് ലെവൽ എന്നാൽ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ചുവന്ന രക്താണുക്കളുടെ അളവും വലിപ്പവും മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഗർഭകാലത്ത് സ്വാഭാവികമായുണ്ടാകുന്ന ഹീമോ ഡൈല്യൂഷൻ മൂലം ഹീമോഗ്ലോബിൻ്റെ അളവ് സാധാരണയിൽ നിന്നും കുറവായിരിക്കും. ഗർഭകാലത്ത് ജലാംശം 40 മുതൽ 50% വരെ വർദ്ധിക്കുന്നു. ഗർഭകാലത്ത് കഴിക്കാനിടവരുന്ന അയൺ ടാബ്ലറ്റ്സിലൂടെയും അല്ലാതെയും 30% ചുവന്ന രക്താണുക്കളും വർദ്ധിക്കുന്നു. എന്നാൽ ചുവന്ന രക്താണുക്കളിൽ ഉണ്ടാകുന്ന വർധനവ് ഗർഭകാലത്തുണ്ടാകുന്ന ജലാംശ വർധനവിനെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും, അതായത് ആനുപാതികമല്ല. ഈ അവസ്ഥയെയാണ് ഹീമോ ഡൈല്യൂഷൻ എന്ന് പറയുന്നത്. സാധാരണയായി ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടായിരിക്കേണ്ട ഹീമോഗ്ലോബിൻ്റെ അളവ് 12 മുതൽ 16 ഗ്രാം/ഡെസിലിറ്റർ വരെയാണ്. ഗർഭകാലത്ത് ഇത് കുറയുന്നു എങ്കിലും ചുരുങ്ങിയത് 11 ഗ്രാം/ഡെസിലിറ്റർ വരെയെങ്കിലും ഹീമോഗ്ലോബിൻ ഒരു ഗർഭവതിയുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഗർഭകാലത്ത് ഉണ്ടാകാറുള്ള ഒരു ഷോൾഡർ ഡിസ്റ്റേഷ്യയും ഫീറ്റൽ മാക്രോസോമിയയും നിങ്ങളുടെ പ്രസവം സിസേറിയനിലേക്ക് നയിക്കുന്നു. മേൽപ്പറഞ്ഞ രോഗങ്ങളുടെ വിശദാംശങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ 2ാം ഭാഗത്തിൽ ഗർഭകാലത്തുണ്ടാവുന്ന സങ്കീർണതകൾ എന്ന അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഗർഭകാലത്ത് പ്രമേഹം ബാധിച്ച അമ്മമാർ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളിൽ താൽക്കാലികമായി കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകളാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയായ ഹൈപ്പോഗ്ലൈസീമിയ, റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, രക്തത്തിൽ ബിലിറൂബിൻ്റെ അളവ് കൂടുന്ന സ്ഥിതിയായ ഹൈപ്പർ ബിലിറൂബിനീമിയ, രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോകുന്ന അവസ്ഥയായ ഹൈപ്പോകാൽസീമിയ, രക്തത്തിൽ മഗ്നീഷ്യത്തിൻ്റെ അളവ് സാധാരണയിൽ നിന്നും കുറയുന്ന ഹൈപ്പോമാഗ്നീസീമിയ, ഹൃദയപേശികളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന കാർഡിയോമയോപ്പതി തുടങ്ങിയവ. കൂടാതെ ദീർഘകാലം നീണ്ടുനിൽക്കുന്ന അസുഖങ്ങളായ ചൈൽഡ്ഹുഡ് ഒബേസിറ്റി, ന്യൂറോസൈക്കോളജിക്കൽ ഡിഫക്ട്സ്, ജുവനൈൽ ഡയബറ്റീസ് എന്ന ബുദ്ധിമുട്ടുകൾക്കും പ്രമേഹം ഒരു കാരണമായേക്കാം. പ്രമേഹ സംബന്ധമായ രോഗങ്ങൾ അധികമായി കണ്ടുവരുന്നത് ഗർഭകാലത്തെ 26നും 28നും ഇടയിലുള്ള ആഴ്ചയിലാണ്. മുൻ ഗർഭധാരണത്തിൽ പ്രമേഹ രോഗം ഉണ്ടായിട്ടുണ്ടെങ്കിലോ പാരമ്പര്യമായി ആർക്കെങ്കിലും പ്രമേഹ രോഗമുണ്ടെങ്കിലോ പ്രഗ്നൻസിയിൽ പ്രമേഹത്തിനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് ഗർഭകാലത്ത് പ്രമേഹം നിർണ്ണയിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ജെസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ് അഥവാ GDM നിർണ്ണയിക്കുന്നതിന് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയായി ചെയ്തു വരുന്നത് 75 ഗ്രാം ഓറൽ ഗ്ലൂക്കോസ് ലോഡ് എന്ന പരിശോധനയാണ്. ഒരു തവണ രക്തം നൽകുന്നതിലൂടെ ഡയബറ്റീസ് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഈ പരിശോധനയുടെ പ്രത്യേകത. കൂടാതെ ഭക്ഷണം എപ്പോൾ കഴിച്ചു എന്നത് പരിഗണിക്കേണ്ട കാര്യവുമില്ല. രക്തസാമ്പിൾ എടുത്ത് 2 മണിക്കൂറിനുള്ളിൽ
പ്ലാസ്മ ഗ്ലൂക്കോസ് ലെവൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്ലാസ്മ ഗ്ലൂക്കോസ് ലെവൽ 140 mg/dL മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് GDM ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നു. ഗർഭകാലത്ത് ഈ പരിശോധന എല്ലാ 3 മാസം കൂടുമ്പോഴും നടത്തേണ്ടതാണ്. ഗർഭകാലത്തെ പ്രമേഹ നിർണ്ണയത്തിന് ചെയ്യുന്ന മറ്റൊരു പരിശോധനയാണ് 50 ഗ്രാം ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റ്. മുൻകാലങ്ങളിൽ നിലനിന്നിരുന്ന ഈ പരിശോധന ഇപ്പോൾ അധികമായി ആരും ചെയ്യാറില്ല. ഗർഭകാലത്ത് ഈ അണുബാധ ഉണ്ടാകുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ തന്നെ അപകടകരമാണ്. ഗർഭകാലത്ത് 13 മുതൽ 20 ആഴ്ചയ്ക്കുള്ളിൽ അമ്മയ്ക്ക് വെരിസെല്ല അണുബാധ ഉണ്ടായാൽ ഏതാണ്ട് 2% കുഞ്ഞിന് കൺജനൈറ്റൽ വെരിസെല്ല സിൻഡ്രോം എന്ന സങ്കീർണത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതുമൂലം കുഞ്ഞിന് അന്ധത, വളർച്ചാമാന്ദ്യം, ബുദ്ധിമാന്ദ്യം, കൈകാലുകളിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ, ഗർഭമലസൽ തുടങ്ങി ഗർഭസ്ഥ ശിശുവിൻ്റെ മരണത്തിന് വരെ ഇത് കാരണമായേക്കാം. പ്രസവത്തോടടുക്കുമ്പോഴാണ് ഈ അണുബാധ ഉണ്ടാകുന്നതെങ്കിൽ കുഞ്ഞിലേക്ക് അത് ബാധിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. സാധാരണയായി മുതിർന്നവരിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസുമായി താരതമ്യം ചെയ്യുമ്പോൾ കുഞ്ഞിൽ അപകടകരമായ പല സങ്കീർണതകൾക്കും ഇത് കാരണമായേക്കാം. റുബെല്ല വാക്സിൻ പോലെ തന്നെ വെരിസെല്ല വാക്സിനും ഗർഭകാലത്ത് എടുക്കുവാൻ പാടുള്ളതല്ല. പ്രസവശേഷം ഈ വാക്സിനേഷൻ എടുക്കുന്നത് വഴി പിന്നീടുള്ള ഗർഭധാരണങ്ങൾ ഈ അണുബാധയിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നു. പ്രസവത്തിന് 7 ദിവസം മുമ്പോ 7 ദിവസത്തിന് ശേഷമോ ചിക്കൻ ബോക്സ് അണുബാധയുണ്ടായ അമ്മയുടെ നവജാത ശിശുവിനും ഈ വാക്സിനേഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ക്ലെമീഡിയയ്ക്കും ഗൊണേറിയയ്ക്കും വേണ്ടിയുള്ള പരിശോധന. ഗർഭസ്ഥ ശിശുവിൻ്റെ ജനിതക വൈകല്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കുന്നതിനായി അമ്നിയോസെൻറ്റസിസ് അതുപോലെ തന്നെ CVS പോലെയുള്ള പരിശോധനകൾ കൂടി ഡോക്ടർ നിർദ്ദേശിക്കുന്നു. ജനനശേഷം ഒരു കാലത്തും മാറ്റമുണ്ടാകാനോ പരിഹരിക്കാനോ കഴിയാത്ത പ്രശ്നങ്ങൾ ക്രോമസോമൽ ഡിഫക്റ്റ് സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ട് ഈ പരിശോധനകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്തിരിക്കണം. ഈ പരിശോധനകൾ നമ്മളിൽ ഭയം ഉണ്ടാക്കാറുണ്ട്. സാധാരണക്കാരായ ആൾക്കാർക്ക് എപ്പോഴും പരിഭ്രമം ഉണ്ടാകാറുള്ള ചില കാര്യങ്ങളാണ്: ഡോക്ടർ എന്നോട് വെള്ളം കുത്തിയെടുത്ത് പരിശോധിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ മറുപിള്ളയിലെ മാംസം കുത്തിയെടുത്ത് പരിശോധിക്കണം, കുഞ്ഞിൻ്റെ രക്തം കുത്തിയെടുത്ത് പരിശോധിക്കണം എന്നൊക്കെ. എന്നാൽ ഈ രോഗനിർണയ പ്രക്രിയകൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് വളരെ നിസ്സാരമായി തോന്നാം. ആ പരിഭ്രാന്തിയും ഒരു പരിധിവരെ മാറ്റാൻ സാധിക്കുന്നു. ഇനി നമുക്ക് മറുപിള്ളയിലെ മാംസം കുത്തിയെടുത്ത് പരിശോധിക്കുന്ന കോറിയോണിക് വില്ലർ സാമ്പിളിംഗ് പരിശോധന എങ്ങനെയെന്ന് നോക്കാം. കോറിയോണിക് വില്ലർ സാമ്പിളിംഗ് 12 ആഴ്ചയ്ക്കുള്ളിലാണ് ഈ പരിശോധന ചെയ്യുന്നത്. അമ്നിയോസെൻറ്റസിസ് പരിശോധനയിൽ പറഞ്ഞ പോലെ അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടെ ഒരു സൂചി ഉപയോഗിച്ചോ കത്തീറ്റർ ഉപയോഗിച്ചോ ആണ് ഈ പരിശോധന ചെയ്യുന്നത്. ഗർഭപാത്രത്തിനുള്ളിൽ മറുപിള്ളയുടെ ഒരു ചെറിയ അംശം കുത്തിയെടുത്ത് ചെയ്യുന്ന ഈ പരിശോധനയിലൂടെ ജനിതക രോഗങ്ങളായ സിക്കിൾ സെൽ അനീമിയ, താലസീമിയ, ഡൗൺ സിൻഡ്രോം എന്നിവ നിർണ്ണയിക്കാൻ കഴിയുന്നു. അമ്നിയോസെൻറ്റസിസ് ഗർഭസ്ഥ ശിശുവിന് എന്തെങ്കിലും തരത്തിലുള്ള ജനന വൈകല്യങ്ങളോ ജനിതക വൈകല്യങ്ങളോ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ ചെയ്യുന്ന ഒരു പരിശോധനയാണ് അമ്നിയോസെൻറ്റസിസ്. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ടെസ്റ്റ് എന്നും ഈ പരിശോധനയ്ക്ക് പറയുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉപയോഗിച്ചാണ് ഗർഭാവസ്ഥയുടെ 16ാമത്തെ ആഴ്ചയിൽ ഈ പരിശോധന ചെയ്യുന്നത്. ചില സന്ദർഭങ്ങളിൽ ഇത് നേരത്തെയോ താമസിച്ചോ ചെയ്യാറുണ്ട്. അമ്നിയോസെൻറ്റസിസ് ചെയ്യുന്നതിനായി വയറിൻ്റെ ചെറിയ ഒരു ഭാഗം ആൻറ്റിസെപ്റ്റിക് ഉപയോഗിച്ച് വൃത്തിയാക്കുന്നു. അൾട്രാസൗണ്ട് മോണിറ്ററിൻ്റെ സഹായത്തോടെ കുഞ്ഞിൻ്റെ സ്ഥാനവും മറുപിള്ളയുടെ സ്ഥാനവും കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ഈ പരിശോധന ചെയ്യുന്നത്. അവസാനത്തെ ത്രൈമാസത്തിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ലങ്സ് പൂർണ്ണ വളർച്ചയിൽ എത്തിയോ എന്ന് മനസ്സിലാക്കാനും ഈ പരിശോധന ചെയ്യാറുണ്ട്. അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ഒരു അംശമെടുത്ത് പരിശോധനയ്ക്ക് വിധേയം കുഞ്ഞിന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന അതിക്രൂരമായ ഒരു കാര്യമാണ് ഗർഭകാലത്തുള്ള നിങ്ങളുടെ മദ്യപാനം. ഗർഭവതിയായിരിക്കുന്ന ഒരു സ്ത്രീ മദ്യപിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനോടൊപ്പം മദ്യപിക്കുന്നതിന് തുല്യമാണ്. കാരണം നമ്മൾ മുമ്പ് മനസ്സിലാക്കിയതനുസരിച്ച് അമ്മ കഴിക്കുന്ന എല്ലാ ആഹാര പദാർത്ഥങ്ങളുടെയും ഒരു വിഹിതം പ്ലാസന്റ അഥവാ മറുപിള്ള വഴി കുഞ്ഞിനും ലഭിക്കുന്നു എന്നാണ്. നിങ്ങൾ മദ്യപിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പങ്കും പ്ലാസന്റയിലൂടെ തന്നെ കുഞ്ഞിനും ലഭിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരഭാഗങ്ങളെല്ലാം പൂർണ്ണ വളർച്ചയിൽ എത്തിയിരിക്കുന്നതിനാൽ മദ്യത്തിന്റെ ലഹരി ആസ്വദിക്കാനും പിന്നെ ലഹരി വിട്ടതിനു ശേഷം പൂർണ്ണ അവസ്ഥയിൽ എത്താനും സാധിക്കുന്നു. എന്നാൽ
കയ്യ്, കാല്, അങ്ങനെ ഓരോ അവയവങ്ങൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഗർഭസ്ഥ ശിശുവിന് ഇതിൻ്റെ അപായം, ഇതിൻ്റെ വിപത്ത് ജീവിതകാലം മുഴുവൻ നേരിടേണ്ടതായി വരും. കുഞ്ഞിൻ്റെ ഘട്ടം ഘട്ടമായുള്ള വളർച്ചയിൽ നമ്മൾ മുമ്പ് മനസ്സിലാക്കിയതനുസരിച്ച് ഗർഭസ്ഥ ശിശുവിൻ്റെ മസ്തിഷ്കവും നാഡീവ്യൂഹവും വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. മദ്യപാനം ഈ വളർച്ചയെ മന്ദീഭവിപ്പിക്കുകയോ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ ഗർഭവതിയായ അവസ്ഥയിൽ ധാരാളം മദ്യപിക്കുന്നത് മൂലം കുഞ്ഞിനുണ്ടാകുന്ന അസുഖങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഫീറ്റൽ ആൽക്കഹോളിക് സിൻഡ്രോം, അതായത് FAS. ഈ അസുഖം ബാധിച്ച കുട്ടികൾക്ക് പ്രത്യേകം വിദ്യാഭ്യാസവും ജീവിതത്തിലുടനീളം പ്രത്യേകം സംരക്ഷണവും ആവശ്യമാണ്. സാധാരണയായുള്ള ഒരു ചോദ്യമാണ് കുഞ്ഞിന് FAS വന്നാൽ അത് ഭേദമാക്കാൻ കഴിയുമോ എന്നത്. FAS ഒരിക്കലും ഭേദമാക്കാൻ കഴിയില്ല, പൂർണ്ണമായും ഭേദമാക്കാൻ ഒരിക്കലും കഴിയില്ല. നമുക്ക് ചുറ്റും പലതരം ട്രീറ്റ്മെൻറ്റുകളും തെറാപ്പികളും കൗൺസിലുകളും ഒക്കെ ഉണ്ടാവാം. ഇവയ്ക്കൊന്നും ഈ അസുഖം പൂർണ്ണമായും ഭേദമാക്കാൻ കഴിഞ്ഞിട്ടില്ല. സാധാരണ ഗർഭവതികൾക്കുള്ള മറ്റൊരു സംശയമാണ് പിതാവിൻ്റെ മദ്യപാനം FASന് കാരണമാകുമോ എന്നത്. പിതാവിൻ്റെ മദ്യപാനം FAS രോഗത്തിന് കാരണമാവില്ല. എന്നാൽ നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവണം എന്ന് ആഗ്രഹിക്കുമ്പോൾ, അതല്ലെങ്കിൽ നിങ്ങൾ ഗർഭധാരണത്തിന് തയ്യാറെടുക്കുമ്പോഴോ പുരുഷന്മാരും നിർബന്ധമായും മദ്യപാനം പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടതാണ്. കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്പേം, അതായത് പൂർണ്ണ ആരോഗ്യമുള്ള പുരുഷ ബീജം ലഭിക്കുന്നതിന് ഇത് അങ്ങേയറ്റം സഹായകരമാണ്. സാധാരണ അധികമായി മദ്യപിക്കുന്ന പുരുഷന്മാരിൽ സ്പേം കൗണ്ട് കുറവായിരിക്കും, അതായത് പുരുഷ ബീജങ്ങളുടെ എണ്ണം കുറവായിരിക്കും, പുരുഷ ബീജങ്ങളുടെ ആരോഗ്യവും കുറവായിരിക്കും. കൺസെപ്ഷന് ഏതാണ്ട് 3 മുതൽ 4 മാസം മുമ്പ് തന്നെ ഇരുവരും മദ്യപാനം പൂർണ്ണമായും നിർത്തുകയാണെങ്കിൽ നല്ല ഒരു ആരോഗ്യമുള്ള കുഞ്ഞിന് ലഭിക്കാനുള്ള ആദ്യ ഘടകമായ നല്ല പുരുഷ ബീജവും സ്ത്രീ ബീജവും ലഭിക്കുന്നതായി. മദ്യപിക്കുമ്പോഴും പുകവലിക്കുമ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം അത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നത്. എന്നാൽ ഇതൊന്നും അറിയാത്ത, ഈ ലോകം തന്നെ കണ്ടിട്ടില്ലാത്ത ഒരു പിഞ്ചു കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും നിങ്ങൾക്ക് ഗർഭകാലത്തുള്ള ഈ ദുശീലം. ഇതിലൂടെ നിങ്ങളായി തന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ജീവിതം നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇതുവരെയുള്ള നിങ്ങളുടെ ദുശീലം എന്തുമാകട്ടെ, ഇന്നു മുതൽ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഗർഭകാലത്ത് അച്ഛനും അമ്മയും ഒരുപോലെ മദ്യവും പുകവലിയും മറ്റു ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങളും പൂർണ്ണമായും ഒഴിവാക്കി നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകണം എന്ന അഭ്യർത്ഥനയോടെ ഈ അധ്യായത്തിൽ നിന്നും ഞാൻ വിടവാങ്ങുന്നു. ഗർഭകാലത്തെ മാനസികാരോഗ്യം എന്ന അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമ്മുടെ നാട്ടിലെ വിദ്യാസമ്പന്നരായ സ്ത്രീകൾക്ക് ഗർഭധാരണത്തെക്കുറിച്ചും അതിനുശേഷം നമ്മുടെ ശരീരത്തിലുണ്ടാകാത്ത മാറ്റങ്ങളെക്കുറിച്ചും കുഞ്ഞിന്റെ വളർച്ചയെക്കുറിച്ചും പ്രസവത്തെക്കുറിച്ചും ഒക്കെ നല്ല അറിവുണ്ടായേക്കാം. എന്നാലും വ്യത്യസ്ത സംസ്കാരങ്ങൾ നിലനിന്ന് വരുന്ന നമ്മുടെ ഈ ഭാരതത്തിൽ ഈ വിഷയങ്ങളെ പറ്റി അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. നമ്മൾ ഓരോ ഗർഭിണികൾ ഭാരമുയർത്താൻ പാടില്ല എന്ന് പറയുന്നത് ഒരു പരിധിവരെ ശരിയായ കാര്യമാണ്. അധിക ഭാരം ഒരിക്കലും എടുക്കാൻ ശ്രമിക്കരുത്. കൂടാതെ കൂടുതൽ സ്ട്രെയിൻ എടുത്ത് ചെയ്യേണ്ടതായി വരുന്ന തള്ളൽ, വലിക്കൽ തുടങ്ങിയ കാര്യങ്ങളും ഒഴിവാക്കുക. സാധാരണ രീതിയിൽ ഒരു ചെറിയ ബാഗോ അല്ലെങ്കിൽ അധികം ഭാരമില്ലാത്ത കുട്ടികളെയോ എടുക്കുന്നതിലോ ഉയർത്തുന്നതിലോ തെറ്റില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഭാരം ഉയർത്താൻ നിങ്ങൾ നിർബന്ധിതയാകുകയാണെങ്കിൽ നടുഭാഗം വളയ്ക്കാതെ മുട്ടുമടക്കിയ ശേഷം ഭാരം ശരീരത്തോട് ചേർത്ത് വെച്ച് അടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് മൂലം നിങ്ങളുടെ നടുവിന് കൂടുതൽ ഭാരം വരാതെ സൂക്ഷിക്കാൻ കഴിയുന്നു. സാധാരണ ഗർഭിണികൾ നടുഭാഗം വളച്ച് കുനിഞ്ഞു നിന്ന ശേഷമാണ് ഭാരം എടുക്കുക. ഇത് വളരെ തെറ്റായ ഒരു മെത്തേഡാണ്. ഇതിനു പകരം നടുഭാഗം വളയ്ക്കാതെ മുട്ടുമടക്കി ഏകദേശം ഇരിക്കുന്ന പൊസിഷനിൽ ആയ ശേഷം ഭാരം ശരീരത്തോട് ചേർത്ത് വെച്ച് എടുക്കുക. ചെറിയ കുട്ടികളുള്ള അമ്മമാർ ഇത് നിർബന്ധമായും ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. ഗർഭകാലത്ത് വിമാനയാത്ര നല്ലതല്ല എന്ന് നാട്ടിൻപുറങ്ങളിൽ ചിലർ പറയാറുണ്ട്. ഡെലിവറി സമയങ്ങളിൽ ഏകദേശം 6 ആഴ്ചകളിൽ വരെ
വിമാനയാത്ര ചെയ്യുന്നത് സുരക്ഷിതമാണ് എന്നു മാത്രമല്ല, മുടി ഡൈ ചെയ്യാറുള്ള യുവതികൾ അത് ഗർഭകാലത്ത് പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ആദ്യത്തെ 4 മാസങ്ങളിൽ ഇത് വളരെ അനിവാര്യമാണ്. ഡൈയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ ഗർഭകാലത്തെ യാത്ര. നല്ല ഒരു വിഭാഗം സ്ത്രീകളും ഇന്ന് ജോലിക്ക് പോകുന്നവരാണല്ലോ. ജോലി സ്ഥലങ്ങളിലേക്കോ മറ്റാവശ്യങ്ങൾക്കായോ ഗർഭകാലത്ത് യാത്ര ചെയ്യേണ്ടതായി വന്നാൽ സൂക്ഷിച്ചിരിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. റോഡ് മുഖാന്തരമുള്ള യാത്രയിലും ട്രെയിൻ യാത്രയിലും വിമാനയാത്രയിലും ജലയാത്രയിലും എടുക്കേണ്ട കരുതലുകളെ പറ്റിയും എന്തെങ്കിലും കാരണവശാൽ ഗർഭകാലത്ത് അന്താരാഷ്ട്ര യാത്രകൾ ചെയ്യേണ്ടി വന്നാൽ പുതിയ ചുറ്റുപാടുമായി ഗർഭവതിക്ക് പൊരുത്തപ്പെട്ടു പോകാനുള്ള ചില ആശയങ്ങളും ഈ അധ്യായത്തിൽ ഡോക്ടർ അശ്വതി സോമൻ ചർച്ച ചെയ്യുന്നു. ഗർഭകാലത്ത് അനുയോജ്യമായതും സുരക്ഷിതമായതുമായ യാത്രാമാർഗങ്ങൾ മാത്രം സ്വീകരിച്ച് ഗർഭകാല യാത്രകൾ സുന്ദരമാക്കുക. ഈ പ്രോഗ്രാമിൻ്റെ ഗർഭകാലത്തെ യാത്ര എന്ന അധ്യായത്തിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, യാത്ര അതേത് തരത്തിലുള്ള യാത്രയാണെങ്കിലും അതിലൊരുപാട് റിസ്ക് ഫാക്ടേഴ്സ് അഥവാ അപകട സാധ്യതകൾ ഉണ്ട് എന്നത്. അതുകൊണ്ട് തന്നെ ഗർഭകാലത്ത് കഴിയുന്നതും യാത്രകൾ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ യാത്ര ചെയ്യേണ്ടതായി വരികയാണെങ്കിൽ തന്നെ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. പ്രഗ്നൻസിയുടെ ആദ്യ കാലയളവിലും അവസാന കാലയളവിലും കൂടുതൽ സങ്കീർണതകളും മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനിടയുള്ളതിനാൽ ഈ കാലയളവിൽ യാത്രകൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. ആദ്യ മാസങ്ങളിൽ ഗർഭസ്ഥ ശിശു അമ്മയുടെ ഗർഭപാത്രത്തിനോട് ചേർന്ന് വരുന്ന സമയമായതിനാൽ യാത്രാവേളയിൽ ഉണ്ടാകുന്ന ചെറിയ ആഘാതം പോലും ഗർഭം അലസിപ്പോകാൻ കാരണമാകുന്നു. എന്നാൽ 13 ആഴ്ചകൾക്ക് ശേഷം പ്രധാനമായും നമ്മൾ 4 തരത്തിലുള്ള യാത്രകളാണ് ചെയ്യാറുള്ളത്. റോഡ് മുഖാന്തരമുള്ള യാത്ര, ട്രെയിനിലൂടെയുള്ള യാത്ര, വിമാനത്തിലൂടെയുള്ള യാത്ര, അതുപോലെ തന്നെ ജലമുഖാന്തരമുള്ള യാത്ര. ഇവ ഓരോന്നും പ്രത്യേകമായി പറയുന്നതിന് മുൻപ് എല്ലാ യാത്രകളിലും പൊതുവായി സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിൽ പ്രധാനമായും നിങ്ങളുടേത് ദീർഘദൂര യാത്രയാണെങ്കിൽ അതുവരെയുള്ള നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന എല്ലാവിധ പേപ്പറുകളും ടെസ്റ്റ് റിപ്പോർട്ടുകളും യാത്രയിൽ നിർബന്ധമായും അല്ല ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ മുൻപിലത്തെ സീറ്റിനേക്കാളും പിറകിൽ ഇടതുവശത്തെ സീറ്റിൽ ഇരിക്കുന്നതായിരിക്കും ഉചിതം. വിദേശത്ത് ജോലിയുള്ള മലയാളികളായ യുവതികൾക്ക് കൂടി ബാധകമായതുകൊണ്ട് പറയുകയാണ്. നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് കാറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിറകിൽ വലതുവശത്തെ സീറ്റിൽ ഇരിക്കുന്നതായിരിക്കും നല്ലത്. കൂടാതെ സീറ്റ് ബെൽറ്റ് ധരിക്കുമ്പോൾ എപ്പോഴും വയറിന് താഴ്ഭാഗത്തായി ധരിക്കാൻ ശ്രദ്ധിക്കുക. ഇതുവഴി പെട്ടെന്നുള്ള ബ്രേക്കിങ്ങിലോ അപ്രതീക്ഷിതമായ കുലുക്കങ്ങളിലോ നിന്നും വയർ അമർന്നു പോകാതെ സൂക്ഷിക്കാൻ കഴിയുന്നു. കൂടാതെ എയർ ബാഗ് സൗകര്യമുള്ള കാറാണെങ്കിൽ ഓട്ടോറിക്ഷയിലൂടെയുള്ള യാത്ര ഗർഭകാലത്ത് ഉചിതമല്ലെങ്കിലും അത്യാവശ്യ സന്ദർഭങ്ങളിൽ യാത്ര ചെയ്യേണ്ടതായി വരികയാണെങ്കിൽ ഡ്രൈവറോട് വളരെ മിതമായ വേഗത്തിൽ പോകുവാനും ഗട്ടറുകളും ഹമ്പുകളുമൊക്കെ സൂക്ഷിച്ചു കടക്കുവാനും ആവശ്യപ്പെടുക. ഒരിക്കലും പൊതുജനത്തോട് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ പറയുന്നതിൽ മടി വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ഗർഭവതിയായ ഒരു സ്ത്രീയെ നമ്മുടെ സമൂഹം അങ്ങേയറ്റം ബഹുമാനിക്കുന്നു എന്ന വസ്തുത എല്ലായ്പ്പോഴും ഓർക്കുക. ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ മധ്യഭാഗം കാലത്ത് ട്രെയിനിലൂടെയുള്ള യാത്ര വളരെ സുരക്ഷിതമാണ്. നമ്മുടെ ആവശ്യാനുസരണം കിടക്കുവാനും ഇരിക്കുവാനുമൊക്കെ സാധിക്കുന്നത് വളരെ ആശ്വാസകരമായിരിക്കും. ട്രെയിനിൽ കയറുന്ന സമയത്ത് നിങ്ങൾ 3 പേരുണ്ടെങ്കിൽ എപ്പോഴും മധ്യഭാഗത്ത് നിന്ന് കയറുകയും ഇറങ്ങുകയും ചെയ്യുക. 2 പേരാണെങ്കിൽ അവസാനം കയറുകയും അവസാനം ഇറങ്ങുകയും ചെയ്യുക. ട്രെയിനും പ്ലാറ്റ്ഫോമും തമ്മിലുള്ള അകലവും ഉയർച്ചാ വ്യത്യാസവും വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. യാത്രാവേളയിൽ ബാഗുകളും മറ്റു ലഗേജുകളും ഉണ്ടെങ്കിൽ അത് ആദ്യം കയറ്റുകയും ഇറക്കുകയും ചെയ്യുക. സാവകാശം കയറാനുള്ള സമയമുണ്ടെങ്കിൽ മാത്രമേ കാൽ നീട്ടി വെച്ച് ഇരിക്കുവാനും നടക്കുവാനും റെസ്റ്റ് റൂം അഥവാ ടോയ്ലറ്റിൽ പോകുവാനുമൊക്കെ എളുപ്പമായിരിക്കും. എന്നാൽ എയിൽ സീറ്റ് തിരഞ്ഞെടുക്കുന്നത് മൂലം
സഹയാത്രികരുടെ അശ്രദ്ധ മൂലം ഉണ്ടായേക്കാവുന്ന അപായങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം. വിമാന അധികൃതരുടെ സ്പെഷ്യൽ അനൗൺസ്മെൻറ്റ് ലഭിക്കുന്നതുവരെ വിൻഡോ ഷട്ടറുകൾ അടച്ചുവെക്കുകയാണെങ്കിൽ അപ്രതീക്ഷിതമായി ഉണ്ടായേക്കാവുന്ന അപായകരമായ സൂര്യവികിരണങ്ങളിൽ നിന്നും സുരക്ഷ ലഭിക്കുന്നു. നിങ്ങളുടെ ബാഗുകളും മറ്റു ലഗേജുകളും നിങ്ങളിരിക്കുന്ന സീറ്റിൻ്റെ മുകളിൽ തന്നെ വയ്ക്കുന്നത് വഴി സഹയാത്രികരുടെ അശ്രദ്ധ മൂലം ഉണ്ടായേക്കാവുന്ന ബാഗ് താഴെ വീഴൽ, സ്ലിപ്പാകൽ തുടങ്ങിയ അപകടങ്ങളിൽ നിന്നും സുരക്ഷ ലഭിക്കുന്നു. സാധാരണ രീതിയിൽ അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന ഭാഗത്ത് ഓക്സിജൻ്റെ അഭാവം ഉണ്ടാകാറുണ്ടെങ്കിലും വിമാനത്തിനുള്ളിൽ ഇത് കൃത്രിമമായി സാധാരണ അവസ്ഥയിലാക്കിയിരിക്കുന്നു. മിക്ക വിമാന കമ്പനികളും ഗർഭിണികൾക്ക് 32 ആഴ്ചയ്ക്ക് ശേഷമുള്ള വിമാനയാത്ര നിരോധിച്ചിരിക്കുന്നു. നിന്നുള്ള ബോർഡിംഗ് സമയത്ത് തിരക്കിലുണ്ടായേക്കാവുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി ബോർഡിംഗ് അനൗൺസ്മെൻറ്റിന് മുമ്പ് തന്നെ വിമാന അധികൃതരുടെ അനുവാദത്തോടുകൂടി നിങ്ങൾക്ക് നേരത്തെയോ അല്ലെങ്കിൽ ബിസിനസ് ക്ലാസ് പാസഞ്ചേഴ്സിനൊപ്പമോ വിമാനത്തിൽ കയറാവുന്നതാണ്. കൂടാതെ വിമാനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ എപ്പോഴും അവസാനമോ അല്ലെങ്കിൽ ആദ്യമോ ഇറങ്ങാൻ ശ്രദ്ധിക്കുക. ഇതിനായി ബോർഡിംഗ് പാസ് വാങ്ങുമ്പോൾ തന്നെ എക്സിറ്റ് ഡോറിനടുത്തുള്ള സീറ്റ് ചോദിച്ചു വാങ്ങാവുന്നതാണ്. വിമാനയാത്രയിൽ കഴിവതും കാർബണേറ്റഡ് വിമാനയാത്രയിലൂടെയോ സമുദ്രയാത്രയിലൂടെയോ നിങ്ങൾക്ക് പരിചയമില്ലാത്ത അന്യരാജ്യങ്ങളിലേക്ക് പോകേണ്ടതായി വരികയാണെങ്കിൽ അവിടെ വ്യാപിച്ചിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധികളെ പറ്റിയും അതിനെടുക്കേണ്ടതായ പ്രതിവിധികളെ പറ്റിയും നല്ല ഗഹനം ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പലതരത്തിലുള്ള വൈറസിനോടും ജെംസിനോടുമൊക്കെ നമ്മുടെ ശരീരം പൊരുതുന്നുണ്ട്. നമ്മൾ അറിയാതെ തന്നെ ഭക്ഷണത്തിലൂടെയും അവശിഷ്ടത്തിലൂടെയും അവ നമ്മുടെ ശരീരത്തിൽ കടക്കുകയും ചെയ്യുന്നു. നമുക്ക് ചുറ്റുപാടുമുള്ള ഈ വിധ സങ്കീർണതകളോടൊക്കെ പൊരുതുവാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിന് പരിചയമുള്ളതും അത് നമ്മൾ അറിയാതെ തന്നെ ശരീരം അഡ്ജസ്റ്റ് ചെയ്യുന്നതുമായിരിക്കും. എന്നാൽ ശരീരം സ്വന്തമായി കൈക്കൊള്ളുന്ന പ്രതിരോധശേഷിക്ക് താങ്ങാൻ കഴിയാത്ത ചുറ്റുപാടായിരിക്കും നിങ്ങൾ അന്യരാജ്യത്ത് ചെല്ലുമ്പോൾ ഉണ്ടാവുന്നത്. അവിടുത്തെ ചുറ്റുപാടുമായി പൊരുത്തപ്പെടാനുള്ള ശരീരത്തിൻ്റെ ശ്രമഫലമായി നിങ്ങൾക്ക് പനിയും ജലദോഷവും വയറുവേദനയും ഒക്കെ ഉണ്ടാകുന്നു. ഈ വിധ ബുദ്ധിമുട്ടുകൾ സാധാരണ യാത്രക്കാരെ അപേക്ഷിച്ച് ഗർഭിണികളെ കൂടുതലായി ബാധിക്കുന്നു. കാരണം ശരീരം നിങ്ങൾ ഗർഭവതിയാകുമ്പോൾ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന സന്തുലിതാവസ്ഥയിൽ നിന്നും ചില മാറ്റങ്ങൾ വരുത്തി പുതിയ ഹോർമോൺ ചേഞ്ചസും മറ്റു മാറ്റങ്ങളുമായും പൊരുത്തപ്പെടുന്നതിനുള്ള പരിശ്രമത്തിലായിരിക്കും. ഇതിനിടയിൽ പുതിയ കാലാവസ്ഥയും ചുറ്റുപാടുമായുള്ള ഇടപെടൽ ശരീരത്തിന് പ്രതിരോധശേഷി നിലനിർത്താൻ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഈ വിധ സങ്കീർണതകളിൽ നിന്ന് രക്ഷപ്പെടാൻ ചില മുൻകരുതലുകൾ എടുക്കാവുന്നതാണ്. അതിൽ പ്രധാനമായും യാത്ര പുറപ്പെടുന്നതിന് മുൻപും യാത്രാവേളയിലും പുതിയ ചുറ്റുപാടുമായി ഇണചേർന്നു വരുന്ന സമയത്തും സാധാരണയിലും അധികമായി ധാരാളം വെള്ളം കുടിക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് വിശ്വസനീയമായ നല്ല ഇനം കമ്പനികളുടെ മിനറൽ വാട്ടർ ബോട്ടിലുകൾ വാങ്ങി ഉപയോഗിക്കുക, അല്ലെങ്കിൽ നല്ല ബോയിൽഡ് വാട്ടർ അഥവാ തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കുക. വളരുന്ന കുഞ്ഞിൻ്റെയും ഉത്തരവാദിത്തമുള്ള ജോലിയുടെയും ഇടയിൽപ്പെട്ട് മിക്ക സ്ത്രീകളും വട്ടം കറങ്ങാറുണ്ട്. ജോലിക്ക് പോകുന്നവരിൽ ഭൂരിഭാഗം സ്ത്രീകളും ജോലിക്ക് വളരെ പ്രാധാന്യം നൽകുന്നവരാണ്. ഇവർ ഗർഭകാലത്തുണ്ടാകുന്ന ശാരീരികമായ അസ്വസ്ഥതകളും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും കണക്കിലെടുക്കാതെ അവസാന ദിവസം വരെ ജോലിക്ക് സ്ത്രീകൾ ഗർഭകാലത്ത് പടികൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ കെട്ടിടങ്ങളിലും ലിഫ്റ്റിൻ്റെ സൗകര്യം ഉണ്ടാകണമെന്നില്ല. അതിനാൽ പടികളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ പടികൾ കയറിയിറങ്ങുവാനുള്ള തവണകൾ പരമാവധി കുറച്ച് വളരെ സാവകാശം കയറുവാനും ഇറങ്ങുവാനും ശ്രമിക്കുക. പ്രസവത്തിന് ശേഷം ജോലി തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിരികെ വരുമ്പോൾ നിങ്ങളുടെ സ്ഥാനം ഉറപ്പുവരുത്തുവാനും തൃപ്തികരമായൊരു മെറ്റേണിറ്റി ലീവ് ലഭിക്കുന്നതിനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അതിനായി നിങ്ങളുടെ കമ്പനിയുടെ മെറ്റേണിറ്റി ലീവ് പോളിസിയുടെ നിയമങ്ങളും നിബന്ധനകളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. മിക്ക കമ്പനികളും സ്ത്രീകൾ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കോപ്പി നൽകാറുള്ളതാണ്. ഏതെങ്കിലും ഒരു സഹപ്രവർത്തക ഇതിനു മുൻപേ മെറ്റേണിറ്റി ലീവിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. കമ്പനിയുടെ മെറ്റേണിറ്റി ലീവ് പോളിസിയിൽ പ്രധാനമായും താഴെ പറയുന്ന കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത്. ആകർഷകമായ മെറ്റേണിറ്റി ലീവ് പോളിസികളും ഗർഭകാലത്തെ സൗഹൃദപരമായ ജോലി അന്തരീക്ഷവും സ്ത്രീകൾക്ക് ജോലി സ്ഥലത്തേക്ക് തിരികെ വരാൻ പ്രേരണയാകുന്നതോടൊപ്പം മുൻപത്തേതിൽ നിന്നും കൂടുതൽ ഉത്സാഹത്തോടെയും ആത്മാർത്ഥതയോടെയും കൂടി അവർ ജോലി ചെയ്യുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്.
ഗർഭകാലത്തെ മാനസികാരോഗ്യം. ഗർഭകാലത്തെ ശാരീരിക ആരോഗ്യം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മാനസികാരോഗ്യവും. അമ്മയുടെ മാനസികാരോഗ്യം സാധാരണ ഒരു മനുഷ്യ ശരീരത്തിലെ മാനസിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് തലച്ചോറിലെ നാഡീ ശൃംഖലയിലെ പ്രധാന ഘടകമായ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ഗർഭകാലത്ത് അധികമായി ഉണ്ടാകുന്ന വിവിധ തരം ഹോർമോണുകളുടെ ഉൽപ്പാദനം മൂലം ഈ നാഡീ ശൃംഖലയുടെ ഘടനയിൽ മാറ്റം വരികയും വിവിധ സ്വഭാവ വ്യതിയാനങ്ങൾക്ക് ഇത് കാരണമായി തീരുകയും ചെയ്യുന്നു. ആർത്തവ ദിനങ്ങളിലും ഗർഭകാലത്തും മാത്രമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. സാധാരണയായി ഗർഭധാരണ സമയം മുതൽ 6 ആഴ്ചകൾക്ക് ശേഷവും ആസ്വദിക്കാൻ ശ്രമിക്കണം. മിക്ക സ്ത്രീകളിലും കണ്ടുവരാറുള്ള ഒരു വിഷമമാണ് അപ്രതീക്ഷിതമായിട്ടാണ് അവർക്ക് ഗർഭധാരണം സംഭവിച്ചതെങ്കിൽ ഇപ്പോൾ ഇത് വേണമായിരുന്നുവോ, അല്ലെങ്കിൽ ഈ അവസ്ഥ ഇപ്പോൾ തനിക്ക് തരണം ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള അനേകം ചിന്തകൾ. ഈ വിധ മനോവികാരങ്ങൾ ഗർഭകാലത്ത് പൊതുവെ ഉണ്ടാകാറുള്ള ഓക്കാനവും വിമ്മിഷ്ടവും ഛർദിലുമൊക്കെ വർദ്ധിപ്പിക്കാൻ കാരണമായേക്കാം. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക, അമിതമായ ഉത്കണ്ഠ ഉണ്ടാവുക, പ്രകോപനമുണ്ടാവുക, ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട്, അധികമായ ക്ഷീണം, സ്ഥായിയായ ദുഃഖം, സ്വമേധയാ ചെയ്യേണ്ടതായ പല കാര്യങ്ങളും ചെയ്യാനുള്ള താല്പര്യം ഇല്ലായ്മ, വിശപ്പിലുണ്ടാകുന്ന അമിതമായ വ്യതിയാനം, അത് കൂടുന്നതോ കുറയുന്നതോ ആകട്ടെ, തുടങ്ങിയ മാനസിക ബുദ്ധിമുട്ടുകൾ ഗർഭാവസ്ഥയുടെ ആരംഭഘട്ടത്തിൽ തന്നെ അമിതമായി കാണപ്പെടുകയാണെങ്കിൽ, കൂടുതലായി കാണപ്പെടുകയാണെങ്കിൽ ദൗത്യ നിർവഹണത്തിലൂടെ ഉണ്ടായതാണെന്ന വാസ്തവം മനസ്സിലാക്കി ഭാര്യയെ അങ്ങേയറ്റം ബഹുമാനിക്കേണ്ടതും എപ്പോഴും സന്തോഷവതിയായി പരിപാലിക്കേണ്ടതും ഓരോ ഭർത്താവിൻ്റെയും കടമയാണ്. അതുപോലെ തന്നെ ചില പുരുഷന്മാർ പ്രസവത്തിന് ശേഷം ഭാര്യയെ നേരത്തതിനേക്കാൾ സ്നേഹിക്കുന്നതായും ബഹുമാനിക്കുന്നതായും കണ്ടുവരുന്നുണ്ട്. തൻ്റെ ഭാര്യ ഇന്ന് ഒരു അമ്മ കൂടിയാണെന്ന ബഹുമാനവും ആദരവും അവർക്കുണ്ടാവുകയും അവളുടെ മാതൃത്വം വഴി തൻ്റെ പിതൃത്വവും കൂടുതൽ വിലമതിക്കപ്പെടുന്നതായും അവർക്ക് തോന്നിയേക്കാം. ഈ മാറ്റങ്ങൾ ദമ്പതികൾക്ക് കൂടുതൽ സ്നേഹബന്ധവും സന്തോഷവും പ്രദാനം ചെയ്യുന്നു. ഗർഭകാലത്ത് പ്രധാനമായും നിങ്ങളുടെ ചിന്തകൾ പലതരം കാര്യങ്ങളിൽ മുഴുകിയിരിക്കാറുണ്ട്. അതിലധികവും വളരെ ബാലിശമായ ചിന്തകളായിരുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ പ്രസവശേഷം തോന്നിയേക്കാം. ഉദാഹരണത്തിന്, തനിക്ക് തൻ്റെ നേരത്തെ അമ്മയായിട്ടുള്ള ഗർഭവതികൾ പൊതുവെ ചിന്തിക്കാറുള്ള ചില പ്രധാന കാര്യങ്ങളാണ്: എങ്ങനെയായിരിക്കും തൻ്റെ ആദ്യത്തെ കുഞ്ഞ് ഇപ്പോഴത്തെ കുഞ്ഞിനെ സ്വീകരിക്കുന്നത് എന്ന്. ആദ്യത്തെ കുഞ്ഞിന് തനിക്ക് കിട്ടേണ്ടുന്ന സ്നേഹം പങ്കുവെച്ച് കുറഞ്ഞു പോകുന്നതായി തോന്നുമോ? തനിക്ക് രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടപ്പെടാൻ കഴിയുമോ? ഇങ്ങനെ പ്രസവത്തെക്കുറിച്ചും നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുമുള്ള ഒട്ടനവധി ചിന്തകൾ മനസ്സിൽ കൂടി കടന്നു പോകുന്നു എന്നതാണ് ഗർഭാവസ്ഥയിൽ നിങ്ങൾക്ക് ശ്രദ്ധയില്ലായ്മയും അലസതയും ഒക്കെ ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും മറ്റു ബന്ധുമിത്രാദികളോടുമൊക്കെ കൂടുതൽ സംസാരിക്കാനും ഇടപഴകാനുമൊക്കെ അവരുടെ പ്രശംസ പിടിച്ചു പറ്റാനുമൊക്കെ നിങ്ങൾ ശ്രമിച്ചേക്കാം. ഇത് ഗർഭവതിയായ സ്ത്രീകളുടെ മാനസിക നിലയിൽ കാണുന്ന ഒരു സ്വാഭാവികമായ വ്യത്യാസമാണെന്നാണ് ആധുനിക മനഃശാസ്ത്രം പറയുന്നത്. ഈ മാറ്റം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൊണ്ട് നിങ്ങളുടെ കുഞ്ഞിനെ സ്വീകാര്യമാക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ പരിശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ്. പ്രസവത്തിന് ശേഷം തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം കുഞ്ഞിലേക്ക് പങ്കിട്ടു പോകുമോ എന്ന ആശങ്ക ചില ഗർഭവതികൾക്ക് ഉണ്ടായേക്കാം. കൂടാതെ കുഞ്ഞിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള വളർച്ചയ്ക്കും ആരോഗ്യപരമായ ഭാവിക്കും ഗർഭകാലത്ത് തൻ്റെ സൂക്ഷ്മ ശ്രദ്ധകൾ അനിവാര്യമാണെന്ന് മനസ്സിലാക്കുന്നതോടെ നിങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാവുകയും നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്നതിലും കൂടുതൽ ചിന്താശേഷിയും പക്വതയും ഉള്ളതുമായ
ഒരു പുതിയ വ്യക്തിത്വം രൂപപ്പെടുകയും ചെയ്യുന്നു. ആ അവസ്ഥയിൽ നിങ്ങൾ അറിയാതെ തന്നെ കുഞ്ഞിൻ്റെ നഴ്സറിയെ പറ്റിയും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും വീടിനെക്കുറിച്ചും ഭാവിയിലുണ്ടാകാവുന്ന ചിലവുകളെക്കുറിച്ചുമൊക്കെ ചിന്തിച്ചു തുടങ്ങും. കുഞ്ഞിൻ്റെ ഭാവിയിലേക്കുള്ള ചിലവുകൾക്ക് നിങ്ങളുടെ മാസാമാസമുള്ള സാമ്പത്തിക അവസ്ഥയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തു തുടങ്ങും. നിങ്ങൾ ചിലപ്പോൾ നല്ല സാമ്പത്തിക ചുറ്റുപാടിലുള്ളവരാകാം, അല്ലെങ്കിൽ ഇടത്തരക്കാരാവാം, അതുമല്ലെങ്കിൽ കുറേ പരാധീനത ഉള്ളവരാകാം. സാമ്പത്തിക സ്ഥിതി എന്തുതന്നെ ആയാലും ഇവർക്കെല്ലാവർക്കും ഒരുപോലെ ഈ മാറ്റങ്ങൾ അനുഭവപ്പെടും. ഇത്തരം മാറ്റങ്ങൾ അവരെ സാമ്പത്തിക കാര്യങ്ങളിൽ ബുദ്ധിപരമായി നീങ്ങാനും കാര്യങ്ങളെ എങ്ങനെ അവയുടെ പ്രാധാന്യമനുസരിച്ച് ക്രമപ്പെടുത്തണമെന്ന് പഠിക്കുവാനും സഹായിക്കുന്നു. ഇങ്ങനെ സ്വാഭാവികമായി ഗർഭവതികൾക്കുണ്ടാകുന്ന സ്വഭാവ വ്യത്യാസങ്ങൾ ഭൂരിഭാഗം സ്ത്രീകളിലും ആശാവഹമായ കുറേ നല്ല മാറ്റങ്ങളാണ് വരുത്തുന്നത്. എന്നാൽ ചില സ്ത്രീകളിൽ ഇത് മാനസിക പിരിമുറുക്കങ്ങൾക്കും കാരണമാകാറുണ്ട്. ഇത് കൂടുതലും സംഭവിക്കുന്നത് വളരെ ലാളിച്ചോമനിച്ച് വളർത്തി വന്ന സാഹചര്യങ്ങളിൽ ഉള്ളവരിലാണ്. സാധാരണക്കാരൻ്റെ ജീവിത മാർഗങ്ങളിലെ അപര്യാപ്തതയും ബുദ്ധിമുട്ടുകളും ഒന്നും മനസ്സിലാക്കിയിട്ടില്ലാത്തവർ ഈ പ്രതികൂല സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ താമസമെടുത്തേക്കാം. ഗർഭകാലത്തെ മാനസികാരോഗ്യം എന്ന ഈ അധ്യായം തയ്യാറാക്കുന്നതിനായി ഞങ്ങൾ നടത്തിയ യാത്രയിലും അന്വേഷണത്തിലും പല തരത്തിലുള്ള ചുറ്റുപാടുകളിലും വിവിധ സാമ്പത്തിക സാഹചര്യങ്ങളിലും ജീവിക്കുന്ന അമ്മയാകാൻ തയ്യാറെടുക്കുന്ന കുറേ യുവതികളുമായി സംസാരിക്കുവാനും അവരുടെ മാനസിക വികാരങ്ങൾ പഠിക്കുവാനും സാധിച്ചു. ഒരു വശത്ത് എല്ലാ ജീവിത സൗകര്യങ്ങളുടെയും നടുവിലും മറുവശത്ത് ദൈനംദിന ജീവിതോപാധിക്ക് വേണ്ടി ഏറെ പ്രയാസം അനുഭവിക്കുന്ന കുറേ യുവതികളും. ഉയർന്ന സാമ്പത്തിക ചുറ്റുപാടിൽ വളർന്നു വന്ന പല യുവതികളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവർക്ക് ഗർഭകാലത്ത് ലഭിക്കുന്ന ഈ അനുഗ്രഹീതമായ സ്വഭാവ വ്യത്യാസങ്ങളെ ഒരുതരം വൈരുദ്ധ്യമായ മനോദൃഷ്ടിയോടെയാണ് അവർ കാണുന്നത്. അതായത് ഒരു നെഗറ്റീവ് സെൻസിലാണ് അവർ കണക്കിലെടുക്കുന്നത് എന്നാണ്. പല യുവതികളും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഐ എം ലൂസിങ് മൈ ക്യാരക്ടർ, ഇറ്റ്സ് എഫക്റ്റിംഗ് മൈ സെൽഫ് റെസ്പെക്റ്റ്. എനിക്ക് എന്നെ തന്നെ നഷ്ടമായി തോന്നുന്നു, എനിക്ക് എന്നോട് തന്നെ മതിപ്പ് കുറയുന്നതായി തോന്നുന്നു എന്നൊക്കെ. ശരിക്കും ഈ വിധ മാറ്റങ്ങളൊക്കെ ഒരമ്മയ്ക്കുണ്ടാകേണ്ട ദൈവികവും നൈസർഗികവുമായ മാറ്റങ്ങളാണെന്നും അവർ ഒരു പുതിയ വ്യക്തിത്വത്തിലേക്ക് കടക്കുകയാണെന്നും ഒക്കെയുള്ള യാഥാർത്ഥ്യങ്ങൾ അവർ മനസ്സിലാക്കുന്നില്ല. എന്നാൽ മറ്റൊരു വശത്ത് ഭർത്താവ് മരിച്ചവർ, മാതാപിതാക്കളില്ലാത്തവർ, ഇതിനൊക്കെ പുറമെ ആരോരുമില്ലാത്തവർ, തനിക്ക് ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന ഒരേ ഒരു തുണയെയും കാത്ത് പ്രതീക്ഷയുടെ മുഖവുമായി ഇരിക്കുന്നവർ. ഏതൊരമ്മയ്ക്കും തൻ്റെ മക്കളിലുള്ള ഒരു വലിയ വിശ്വാസമാണത്. ഇനി നമുക്ക് ഗർഭകാലത്ത് ഉണ്ടാകാവുന്ന കുറച്ച് മാനസിക രോഗങ്ങളെ പറ്റി ചർച്ച ചെയ്യാം. ഗർഭകാലത്തെ മാനസികാരോഗ്യം എന്ന ഈ അധ്യായത്തിൽ ആദ്യം പറഞ്ഞ പോലെ മനോനിലയിലും സ്വഭാവത്തിലുമുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഗർഭകാലത്തിൻ്റെ ആദ്യ ത്രൈമാസത്തിലും അവസാന ത്രൈമാസത്തിലുമായിരിക്കും. ഗർഭകാലത്ത് വിഷാദരോഗം ഉണ്ടാകുന്ന വളരെ കുറച്ച് സ്ത്രീകളിൽ അവരുടെ വിഷാദരോഗം കുറേ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്നതായി കാണാറുണ്ട്. ഇത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അഥവാ PPDക്ക് കാരണമാകുന്നു. ഗർഭധാരണത്തോടനുബന്ധിച്ച് പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു മാനസിക വൈകല്യമാണ് ഇത്. പ്രസവത്തിന് ശേഷം ഉണ്ടാകാവുന്ന മറ്റു ചില മാനസിക രോഗങ്ങളാണ് വിഷാദരോഗം, ബൈപ്പോളാർ ഡിസോർഡർ, ഒരമ്മയാവാൻ പോകുന്നു, നിങ്ങൾ ഒരു മനുഷ്യജീവന് ജന്മം നൽകാൻ പോകുന്നു. അവൾ അല്ലെങ്കിൽ അവൻ നാളെ ഈ ലോകത്ത് ആരായിത്തീരുമെന്ന് നിങ്ങൾ അറിയുന്നില്ല. ശ്രീമതി പോളിൻ താൻ ഗർഭം ധരിക്കുമ്പോഴോ തൻ്റെ ഗർഭധാരണ വേളയിലോ അല്ലെങ്കിൽ 1879 മാർച്ച് മാസം 14 പുലർച്ചെ ജർമ്മനിയിലെ ഒരു ചെറിയ ഹോസ്പിറ്റലിൽ, ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു ചെറിയ ഹോസ്പിറ്റലിൽ ഏറ്റവും കുറഞ്ഞ സൗകര്യങ്ങളുള്ള ഒരു ചെറിയ പ്രസവ മുറിയിൽ വേദന അനുഭവിക്കുമ്പോഴോ
ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല, ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. താൻ പ്രസവിക്കാൻ പോകുന്ന തൻ്റെ കുഞ്ഞ്, താൻ ജന്മം കൊടുക്കാൻ പോകുന്ന തൻ്റെ കുട്ടി നാളെ ഈ ലോകം കാണുന്ന, ഈ ലോകം ബഹുമാനിക്കുന്ന, മുൻനിരയിൽ നിൽക്കുന്ന ശാസ്ത്രജ്ഞന്മാരിൽ പ്രമുഖനായ ഡോക്ടർ ആൽബർട്ട് ഐൻസ്റ്റീൻ ആകുമെന്ന്. ഒരു മനുഷ്യജീവന് ജന്മം കൊടുക്കുക എന്നത് ഒരിക്കലും ഒരു നിസ്സാരമായ കാര്യമല്ല. എല്ലാ ശുഭാപ്തി വിശ്വാസത്തോടെയും മനക്കെട്ടയോടെയും നമ്മളാൽ കഴിയുന്ന മാക്സിമം കരുതലോടെയും സൂക്ഷ്മതയോടെയും പ്രസവം എന്ന ആ മഹാഭാഗ്യത്തെ നേരിടുക. നിങ്ങളുടെ കുഞ്ഞ് പുറത്തു വന്ന് നിങ്ങളുടെ കൈകൾ കിടക്കുന്ന ആ നിമിഷം മുതൽ നിങ്ങൾ മറക്കുന്നതായിരിക്കും എന്തായിരുന്നു പ്രസവവേദന എന്നത്. വളരെ കുറച്ചു നേരത്തേക്ക് മാത്രം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം, അതിനെ സർവശക്തൻ്റെ അനുഗ്രഹത്തോടെ മനസ്സമാനത്തോടെ നേരിടുക. നിങ്ങളിൽ ഓരോരുത്തർക്കും പിറക്കാൻ പോകുന്ന കുഞ്ഞ് മറ്റൊരു തോമസ് ആൽവ എഡിസൺ ആകട്ടെ, അല്ലെങ്കിൽ മറ്റൊരു ബിൽ ഗേറ്റ്സ് ആകട്ടെ, അല്ലെങ്കിൽ മറ്റൊരു മദർ തെരേസ ആകട്ടെ, അല്ലെങ്കിൽ മറ്റൊരു ഇന്ദിരാഗാന്ധി ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മെഡ്സ് ഓഫ് മീഡിയയുടെ എ കംപ്ലീറ്റ് മലയാളം ഗൈഡ് ഫോർ പ്രഗ്നൻസി എന്ന ഈ വീഡിയോ പ്രോഗ്രാമിൻ്റെ 1ാം വോള്യത്തിൽ നിന്നും ഞാൻ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.